ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം അണ്ടർ മൊണോപ്പൊളി എന്ന ടോപ്പിക്കാണ്. നമ്മൾ ഇതിന് മുന്നേയുള്ള ടോപ്പിക്കുകളായിട്ടുള്ള മൊണോപ്പൊളി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇതെല്ലാം നമ്മൾ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കൂടെ ചെക്കൗട്ട് ചെയ്യാം. We know monopoly refers to a market where a single seller dominates with no close substitute for the product. നമുക്കറിയാം മൊണോപോളി മാർക്കറ്റ് എന്നതൊരു സിംഗിൾ സെല്ലർ മാർക്കറ്റാണ്. കൂടാതെ പ്രൊഡക്റ്റിന് സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല. എൻട്രി ചെയ്യാൻ ബാരിയേഴ്സ് ഉള്ള മാർക്കറ്റ് സിറ്റുവേഷൻ ആണ് മൊണോപോളി മാർക്കറ്റ്. A monopolist determines both the price and quantity of output. However, it faces downward sloping demand curve, implying that the monopolist want to sell more. It must reduce the price. So demand and average curve are downward and average revenue curve is downward. Marginal revenue curve is also downward and under it. ഇവിടെ മൊണോപോളിസ്റ്റ് ആണ് ഔട്ട്പുട്ടിൻ്റെ ക്വാണ്ടിറ്റിയും പ്രൈസും ഡിറ്റർമിൻ ചെയ്യുന്നത്. ഡിമാൻഡ് കർവ് എന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. കാരണം മൊണോപോളിസ്റ്റിന് കൂടുതൽ സെല്ല് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രൊഡക്ട്സിൻ്റെ വില കുറക്കണം. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കർവും ആവറേജ് റവന്യൂ കർവും സ്ലോപ്പ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പാണ്. സോ ആവറേജ് റവന്യൂ കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ മാർജിനൽ റവന്യൂ കർവും ഡൗൺവേർഡ് സ്ലോപ്പിലാണെന്ന് നമുക്ക് പറയാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ മൊണോപോളിസ്റ്റിന് ക്വാണ്ടിറ്റി അധികം വിൽക്കണമെങ്കിൽ അയാൾ പ്രൊഡക്റ്റ് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കണം. സോ ഇൻ സം സിറ്റുവേഷൻ ആവശ്യമെങ്കിൽ ഹയർ പ്രൈസിൽ വളരെ കുറഞ്ഞ പ്രൊഡക്റ്റ് അയാൾക്ക് ഹയർ പ്രൈസിൽ സെയിൽ ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വിലിബ്രിയമാണ്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു നിശ്ചിത ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാക്സിമം പ്രോഫിറ്റ്, ഈ ഒരു സിറ്റുവേഷൻ ആണ് ഇക്വിലിബ്രിയം. ഈ ഒരു പോയിന്റിൽ ഫേം എന്നത് ബാലൻസ്ഡ് ആണ്. ദേ ഡോണ്ട് വാണ്ട് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദെയർ ഔട്ട്പുട്ട്. Where equilibrium in a monopoly occurs, the marginal revenue equals marginal cost. The MR equals MC. The monopolist maximize profit by producing up to the point where MR equal to MC. At this point, the monopolist determines the output level and then set the price balanced on the demand curve. മാർജിനൽ റവന്യൂവും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആകുമ്പോൾ മൊണോപോളി മാർക്കറ്റിൽ മാക്സിമം പ്രോഫിറ്റിലെത്തുന്നു. സോ ഈ ഒരു പോയിന്റിൽ മൊണോപോളിസ്റ്റ് ഔട്ട്പുട്ടിൻ്റെ ലെവൽ ഡിറ്റർമിൻ ചെയ്യുകയും തുടർന്ന് ഡിമാൻഡ് കർവിനെ ബേസ് ചെയ്ത് പ്രൈസ് സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ മൊണോപോളി മാർക്കറ്റിൽ ഇക്വിലിബ്രിയം ആവുന്നതിനായിട്ട് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ മാർജിനൽ റവന്യൂ ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. സെക്കൻഡ് കണ്ടീഷൻ MC കർവ്, അതായത് മാർജിനൽ കോസ്റ്റ് കർവ് മാർജിനൽ റവന്യൂ കർവിനെ താഴെ നിന്ന് കട്ട് ചെയ്യണം. MC കർവ് മസ്റ്റ് കട്ട് ദ മാർജിനൽ റവന്യൂ കർവ് ഫ്രം ബിലോ. ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മാർജിനൽ കോസ്റ്റ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ. സോ MC കർവ് എന്നത് മാർജിനൽ റവന്യൂ കർവിന് താഴെ നിന്നിട്ടാണ് കട്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഈ എന്ന പോയിന്റിനെ നമുക്കൊരു മൊണോപോളി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഷോർട്ട് റണ്ണിൽ 3 സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ 3 ഇക്വിലിബ്രിയം സ്റ്റേജസ് ആണുള്ളത്. ഇൻ ഷോർട്ട് റൺ എ മൊണോപോളിസ്റ്റ് മേ ഫേസ് 3 ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് കണ്ടീഷൻസ്. അതിൽ ഫസ്റ്റ് സിറ്റുവേഷൻ ആണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. If average revenue AR is greater than average cost, the monopolist earn supernormal profit. This happens when prices are higher than the price unit cost. രണ്ട് കണ്ടീഷൻസ് ഏതൊക്കെയാണ്? മാർജിനൽ റവന്യൂ ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് കർവ് മാർജിനൽ റവന്യൂ കർവിനെ താഴെ നിന്ന് കട്ട് ചെയ്യുന്നു. ഈ രണ്ട് കണ്ടീഷൻസ് കൂടാതെ ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്താലേ ഷോർട്ട് റണ്ണിൽ മൊണോപോളി സൂപ്പർ നോർമൽ പ്രോഫിറ്റിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. സോ AR എന്നത് AC കർവിനേക്കാൾ വലുതായിരിക്കണം. ആവറേജ് റവന്യൂ കർവ് എന്നത് ആവറേജ് കോസ്റ്റ് കർവിനേക്കാൾ വലുതായിരിക്കണം. റവന്യൂ മൈനസ് കോസ്റ്റ് ആണ് പ്രോഫിറ്റ്. സോ ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും AR മൈനസ് AC എന്ന് പറയുന്നത് AB എന്ന പാർട്ടാണ്. സോ AB എന്നത് പ്രോഫിറ്റ് പാർട്ടാണ്. കൂടാതെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന ഏരിയ ആയിട്ട് നമുക്ക് പറയാം P1 AB എന്ന ഏരിയയെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏരിയ ആയിട്ട് നമുക്ക് പറയാം.
നോർമൽ പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ വേർ AR ഈക്വൽസ് AC at the equilibrium level of output. The monopolist earn just normal profit covering all costs but with no extra profit. AR എന്നത് AC ഈക്വൽ ആകുന്ന സിറ്റുവേഷൻ ആണ് നോർമൽ പ്രോഫിറ്റ്. കോസ്റ്റ് എന്നത് റവന്യൂവിനോട് ഈക്വൽ ആകുന്നു. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഒന്നും ഇവിടെ ഉണ്ടാകുന്നില്ല. സിറ്റുവേഷൻ ആണ് മിനിമം ലോസസ്. ഇഫ് AC is greater than AR but the monopolist is still covering average variable cost, they incur losses, but these losses are minimized. The firm continues to operate to cover variable cost in the short run. ആവറേജ് കോസ്റ്റ് എന്നത് ആവറേജ് റവന്യൂവിനേക്കാൾ കൂടുന്ന സിറ്റുവേഷൻ ആണിത്. ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആവറേജ് കോസ്റ്റ് കർവ് എന്നത് കുറച്ച് ഹൈയിലാണ്. സോ നമുക്കറിയാം P1 PAB എന്ന ഒരു ഏരിയയാണ് ലോസ് ഏരിയ. എന്നാൽ മൊണോപ്പൊളി മാർക്കറ്റിൽ വേരിയബിൾ കോസ്റ്റ് എന്നത് മിനിമൈസ് ചെയ്യുന്നു. വേരിയബിൾ കോസ്റ്റ് കുറക്കുന്നതിന് വേണ്ടി ഫേം പ്രവർത്തനം കണ്ടിന്യൂ ചെയ്യുന്നു. അടുത്തത് ലോങ് റൺ മൊണോപ്പൊളിയാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ലോങ് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് ആണ് ഉണ്ടാവുന്നത്. എന്നാൽ മൊണോപ്പൊളി മാർക്കറ്റിൻ്റെ സിറ്റുവേഷനിൽ ലോങ് റണ്ണിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ലോസ് ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടിട്ടാണ്? സിംഗിൾ സെല്ലർ അയാളുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത പ്രൊഡക്റ്റ് വിൽക്കുന്നത് കൊണ്ട് തന്നെ അത് സൂപ്പർ നോർമൽ പ്രോഫിറ്റിലായിരിക്കും. പക്ഷെ ഇൻ വെരി ഫ്യൂ സിറ്റുവേഷൻ or very few cases firms will receive normal profit. In long run, all factors of production are variable and the monopolist can change the size of the plant and production scale. Barriers to entry prevent competitions, allowing the monopolist to continue earning supernormal profits. ലോങ് റണ്ണിൽ എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ ആണ്. കൂടാതെ മൊണോപ്പൊളി പ്ലാന്റിൻ്റെ സൈസും പ്രൊഡക്ഷൻ സ്കെയിലും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എൻട്രി ആൻഡ് ബാരിയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കുറയ്ക്കുന്നു. സോ ഇതെല്ലാം തന്നെ മോർ സിറ്റുവേഷനിലും സൂപ്പർ നോർമൽ പ്രോഫിറ്റ് നേടാൻ മൊണോപ്പൊളിയെ ഹെൽപ്പ് ചെയ്യുന്നു. Monopolist reaches equilibrium in the long run when long run marginal cost equals marginal revenue. Long run marginal revenue. മൊണോപ്പൊളി മാർക്കറ്റ് ലോങ് റണ്ണിൽ ഇക്വിലിബ്രിയം ആവണമെങ്കിൽ ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ഈക്വൽ ടു ലോങ് റൺ മാർജിനൽ റവന്യൂ ആയിരിക്കണം. ലോങ് റൺ മാർജിനൽ കോസ്റ്റ് എന്നുള്ളത് ലോങ് റൺ മാർജിനൽ റവന്യൂവിനോട് ഈക്വൽ ആയിരിക്കണം. ഇവിടെ ഷോർട്ട് റണ്ണിലെ പോലെ തന്നെ സൂപ്പർ നോർമൽ പ്രോഫിറ്റിൻ്റെ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ലോങ് റണ്ണിലും ഉള്ളത്. ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ് ടേൺ ടു ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ് ആൻഡ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് ടേൺ ടു ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. ഇവിടെ AB P1 P2 എന്ന ഏരിയയാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ലോങ് റണ്ണിലെ ഏരിയ. ലോങ് റണ്ണിൽ കോസ്റ്റിന് റിലേറ്റ് ചെയ്ത 3 സിറ്റുവേഷൻ ആണുള്ളത്. അതിൽ ഫസ്റ്റ് സിറ്റുവേഷനാണ് ഡിമിനിഷിങ് കോസ്റ്റ്. അഡീഷണൽ പ്രൊഡക്ഷൻ ലോവേഴ്സ് ദ കോസ്റ്റ് ലീഡിങ് ദ മൊണോപോളിസ്റ്റ് ടു ഇൻക്രീസ് ഔട്ട്പുട്ട് ആൻഡ് റെഡ്യൂസ് പ്രൈസസ്. അധികമായിട്ടുള്ള പ്രൊഡക്ഷൻ ചിലവ് കുറയ്ക്കുന്നു. സോ ഇത് മൊണോപോളിയിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിലും പ്രൈസ് കുറയ്ക്കുന്നതിനും കാരണമാകുന്നു. അടുത്തതാണ് കോൺസ്റ്റന്റ് കോസ്റ്റ്. അഡീഷണൽ പ്രൊഡക്ഷൻ ഡസ് നോട്ട് അഫക്റ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് ആൻഡ് ഇറ്റ്സ് മൊണോപോളിസ്റ്റ് പ്രൊഡ്യൂസസ് എ സർട്ടൈൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട് വിത്ത് കോൺസ്റ്റന്റ് ആവറേജ് കോസ്റ്റ്. അധികമായിട്ടുള്ള പ്രൊഡക്ഷൻ ചെലവിനെ ബാധിക്കുന്നില്ല. ഇവിടെ മൊണോപോളി ഒരു കോൺസ്റ്റന്റ് ആവറേജ് കോസ്റ്റ് കൊണ്ട് സർട്ടൈൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അടുത്ത പോയിന്റാണ് ഇൻക്രീസിങ് കോസ്റ്റ്. എക്സ്പാൻഡിങ് ഔട്ട്പുട്ട് ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലീഡിങ് ദ മൊണോപോളിസ്റ്റ് ടു പ്രൊഡ്യൂസ് ലെസ് ആൻഡ് ചാർജ് ഹയർ പ്രൈസസ് ടു മെയിൻറ്റെയിൻ പ്രോഫിറ്റബിലിറ്റി. ഇവിടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് വർദ്ധിക്കുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനായിട്ട് മൊണോപ്പൊളി ഉൽപാദനം കുറച്ച് ഹയർ പ്രൈസ് ഈടാക്കുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇക്വിലിബ്രിയം സ്റ്റേജസ് ആണ്. ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലുമുള്ള മൊണോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേജസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നമ്മൾ പറഞ്ഞതുപോലെ 2 കണ്ടീഷൻസ് ആണ് ഇക്വിലിബ്രിയം ആവാനായിട്ടുള്ളത്. ഒന്ന് മാർജിനൽ റവന്യൂ ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. കൂടാതെ മാർജിനൽ കോസ്റ്റ് കർവ് മസ്റ്റ് കട്ട് ദ മാർജിനൽ റവന്യൂ കർവ് ഫ്രം ബിലോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.